ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യൻസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ഒരു തനി നാടൻ ഐറ്റം. എന്തായാലും വിഷു ഒക്കെ വരാൻ പോവല്ലേ, അപ്പം ഞാൻ വിഷുവിന് ദിവസം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അതാണ് കുറച്ച് ദിവസം മുമ്പേ തന്നെ കാണിക്കണേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുക്കഞ്ഞി. അതായത് ശരിക്കും പറഞ്ഞാൽ വടക്കൻ കേരളത്തിലൊക്കെ പ്രാബല്യത്തിലുള്ള വിഷുക്കഞ്ഞിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എസ്പെഷ്യലി പാലക്കാട് സ്റ്റൈൽ വിഷുക്കഞ്ഞി എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് ഞാൻ 3/4 കിലോ പുഴുങ്ങലരിയും അതിൻ്റെ കൂടെ 1/4 കിലോ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഉണങ്ങലരിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞങ്ങൾ സാധാരണ 3/4 കിലോ പുഴുങ്ങലരിക്ക് 1/4 കിലോ പച്ചരി എന്നുള്ള ആ റേഷ്യോയിലാണ് എടുക്കാറ്. പിന്നെ ഏകദേശം 150 to 200 ഗ്രാം വരുന്ന രീതിയിൽ പുളിയവരയ്ക്ക. ഈ പുളിയവരയ്ക്കയും ഞാൻ ഈ ഭാഗത്ത് പാലക്കാട് ഈ സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തൃശ്ശൂരിൻ്റെ ആ സൈഡ് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ചെറുപയറും ഈ പറഞ്ഞ പോലെ 150 to 200 ഗ്രാം. ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും 200 ഗ്രാം വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 200 ഗ്രാം വെച്ച് എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ 2 തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് ഏകദേശം ആവശ്യമുള്ളത്ര ഉപ്പും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേങ്ങയിൽ ഈ ഉപ്പ് ചേർക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഞാനത് എങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, തേങ്ങ ചിരവിയ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി. അപ്പോൾ നല്ലോണം തേങ്ങാപ്പാലൊക്കെ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാലിലുണ്ടാക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് തേങ്ങ ചിരവിയിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ടാണ് ശരിക്കും തിരുമുക. ഞാനിപ്പോൾ കല്ലുപ്പല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ പൊടിയുപ്പാണ് ഇട്ടിരിക്കണം. അപ്പം നല്ലോണം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് തിരുമുക. അപ്പോൾ ഇതിലത്തെ ആ പാലൊക്കെ നന്നായിട്ട് പുറത്തു വരുന്ന രീതിയിലാവും. നമ്മൾ അങ്ങനെ ആക്കിയ തേങ്ങയാണ് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുഴക്കട്ടെ. ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ നന്നായി തിരുമ്മിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയി കേട്ടോ ഇത് നന്നായിട്ട് തിരുമ്മാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ നല്ലോണം മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ വന്നു. ഇത് കണ്ടോ, ഇങ്ങനെ ആയി തേങ്ങ. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സംഭവം. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതായത് പുളിയവരയ്ക്കയും അതുപോലെ തന്നെ ചെറുപയറൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. ഇനി നമുക്കിനി പുളിയവര നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇത് കല്ലല്ല, ഈ പുളിയവരയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിയാതെ വറുത്തെടുക്കുക. പുളിയവരയ്ക്ക് നല്ലൊരു മണമുണ്ട്, ആ മണം വരാൻ തുടങ്ങണം. അപ്പം അതുവരെ വറുക്കണം, കരിയാൻ പാടില്ല. നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് നേരം വെച്ചാൽ ഇത് കരിയും. അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇനി ഇതിലേക്ക് ചെറുപയറും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിയും. സോ കെയർഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് എല്ലാ ചെറുപയറും ഒരുപോലെ ഫ്രൈ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. മതി, ഇത്രയും ആയത് മതി. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത്
ജസ്റ്റ് ഒന്ന് ലേശം ഒന്ന് ആറാൻ വെക്കുക ഒരു 5 മിനിറ്റ്. എന്നിട്ട് ഇതിനെ മിക്സിയിലിട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കറക്കുക. അതായത് ഇതൊരു 2-3 പീസ് ആവുന്ന രീതിയിൽ കറക്കിയെടുക്കുക. ഇത് മാത്രമല്ല പുളിയവരയ്ക്ക് 2-3 പീസ് ആവുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, തൊലി വിട്ട് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈവൻ ചെറുപയറിൻ്റെയും തൊലി കുറേയൊക്കെ പോവും കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ട് വരുന്ന സ്റ്റേജിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ ഈ തൊലികൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പാറി വരും. സോ അതിന് നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഞാനിപ്പോൾ മുക്കാപാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പുളിയവരയ്ക്ക 2-3 ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയാൽ മതി. ഇത് കണ്ടോ, ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മളിത് കഴുകുന്ന സമയത്ത് ഈ തൊലിയൊക്കെ പൊക്കോളും. ഇത് കണ്ടോ, ഇതൊക്കെ തൊലിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് തൊലിയൊക്കെ പൊക്കോളും. അതുപോലെ തന്നെ ചെറുപയറും കണ്ടോ, ഇങ്ങനെ 2-3 സ്പ്ലിറ്റ് ആവുന്ന രീതിയിലാണ് ഞാൻ ഒന്ന് കറക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് ഈ ചെറുപയറും അതുപോലെ തന്നെ പുളിയവരയ്ക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരുമിച്ച് ഒരു പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇടേണ്ട വേറൊരു സംഗതിയും കൂടെ ഉണ്ട്. അതായത് ഈ ചെറുപയറും അതുപോലെ തന്നെ പുളിയവരയ്ക്കും. ശരിക്കും പറഞ്ഞാൽ വിഷുക്കഞ്ഞി പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ തേങ്ങയുടെ പാല് മാത്രം എടുത്തിട്ടുണ്ടാക്കും. അതുപോലെ ചിലർ ഉണങ്ങലരി യൂസ് ചെയ്തിട്ടാണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കുക. നമ്മൾ പുഴുങ്ങലരിയും അതുപോലെ പച്ചരിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് പാകമായിട്ട് വരണം. ഈ അരി വെന്ത് കഴിയുമ്പോഴേക്കും ഏകദേശം പുളിയവരയ്ക്കും വെന്തിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ കഞ്ഞി പറയുന്ന സമയത്ത് ശരിക്കും ചോറ് പോലെ അല്ലല്ലോ കഴിക്കുക, കുറച്ച് കുഴയണമല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞ് വരട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലിപ്പോൾ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കേണ്ട സമയം എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അരി വെന്തിട്ടുണ്ട്, പക്ഷെ പുളിയവരയ്ക്ക വെന്തിട്ടില്ല. അപ്പോൾ മുക്കാവേ ആയിട്ടുള്ളൂ പുളിയവരയ്ക്ക. നമുക്ക് ഈ സ്റ്റേജിൽ ഈ തേങ്ങയുണ്ടല്ലോ, നമ്മൾ തേങ്ങയും ഉപ്പും കൂടി തിരുമ്മി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ള വേവും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ പുളിയവരയ്ക്കൊക്കെ മുക്കാൽ വേവേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ടത് മുഴുവനായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. നമുക്കതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ലേശം അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. നീ കഷ്ടപ്പെട്ടത് മുഴുവൻ വേസ്റ്റ് ആവും.
നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം കേട്ടോ. കുക്കറിൽ വെക്കണമെങ്കിൽ ഒരു 4-5 വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. 3-4 വിസിൽ വെച്ചാൽ 3 വിസിൽ മതിയാവില്ലായിരിക്കും. 4-5 വിസിൽ വെച്ചാൽ ശരിക്കും നല്ല കഞ്ഞിയുടെ ഫോമിലായി കിട്ടും. ഞാൻ നോക്കട്ടെ ഇനി ചെറുപയറൊക്കെ വെന്തിട്ടുണ്ടോ നോക്കട്ടെ, ഒന്ന് കൺഫേം ചെയ്യട്ടെ കേട്ടോ. ചെറുപയർ വെന്തിട്ടുണ്ട്, അരിയും വെന്തിട്ടുണ്ട്. ഈ പുളിയവരിക്ക വെന്തോ നോക്കട്ടെ. പുളിയവരിക്ക വെന്തിട്ടുണ്ട്. മതി, ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്കിപ്പോൾ. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ലേശം ഒന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. നല്ല അടിപൊളി വിഷുക്കഞ്ഞി. സത്യം പറഞ്ഞാൽ വിഷുക്കഞ്ഞി എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് എപ്പോഴും നമുക്ക് വിഷു തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും എന്തായാലും വിഷുക്കഞ്ഞി എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സാധനമാണ്. ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കും വിഷുക്കഞ്ഞി, അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കും വിഷുക്കഞ്ഞി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷുക്കഞ്ഞി രാത്രി ഉണ്ടാക്കിയാൽ, അതായത് വിഷു ദിവസം രാത്രി ഉണ്ടാക്കിയാൽ കൂടിയിട്ടും അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം അതിൻ്റെ ചെറിയ പുളിപ്പൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പിറ്റേ ദിവസം, അതായത് ഇന്ന് വിഷുക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് നാളെ രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല വേറൊരു പരിപാടിയുണ്ട്. അതായത് വിഷുവിൻ്റെ പിറ്റേ ദിവസം ചോറ് വെക്കുന്ന സമയത്ത് കുറച്ച് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും എന്തായാലും കുറച്ചിലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ചോറുണ്ടാക്കും. അപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ആ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, അതിനെ ഈ വിഷുക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിഷുക്കഞ്ഞിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവും. പിന്നെ നമ്മൾ വെള്ളം ദാഹിക്കുമ്പോൾ കഴിക്കുന്ന സംഭവം ഈ വിഷുക്കഞ്ഞിത്തെ വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗം കമൻസാണ്. അപ്പോൾ കമൻറ്റ് ഇടുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക, ഇല്ല എന്തെങ്കിലും അഡ്വൈസസ് ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എഴുതി അറിയിക്കുക. എന്നാലല്ലേ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഞാനിതിൻ്റെ ക്ലോസ് വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.